ഹല്ലേലൂയ. ജോഷുവ 1:9 നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാനുള്ള, ദൈവത്തോട് കൂടെ ആയിരിക്കുവാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി നാം നിലവിളിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നാം പറയുന്ന ഒരു വാക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല, എന്നെ ആർക്കും വേണ്ട, ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു, ഇന്ന് എനിക്ക് ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മെ നോക്കി പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പഴയ നിയമത്തിൽ ജോഷുവയോട് ഇത് പറയുമ്പോൾ ക്രിസ്തു ദിവ്യകാരുണ്യമായി മാറി, ക്രിസ്തു ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിൽ ജോഷുവയുടെ ഉള്ളിൽ വസിച്ചുകൊണ്ടല്ല പറഞ്ഞത്. എന്നാൽ ഈ പുതിയ നിയമത്തിൽ, ഈ കാലഘട്ടത്തിൽ നാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയായി മാറിയവൻ നാവിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് അലിഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് നമ്മോടൊപ്പം ഒന്നായി തീർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ വചനം നാം കേൾക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യോഹന്നാൻ ശ്ലീഹായുടെ വചനം പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ആയിരിക്കുന്ന ഒരു ദൈവമുള്ളപ്പോൾ, കൂടെ ആയിരിക്കുന്ന ദൈവത്തെ മറന്നുകൊണ്ട് വേറെ കൂടുകൂട്ടുവാൻ പോകുമ്പോഴാണ് നാം ഒറ്റയ്ക്കായി തീരുന്നതും, അനാഥരായി മാറുന്നതും, നമ്മെ ആർക്കും വിലയില്ലാത്തവരായി തീരുന്നതും, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും പ്രയോജനരഹിതമായി തീരുന്നതും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടൊപ്പമായിരിക്കുക, ദൈവത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസ്മരണയിൽ ആയിരിക്കുക. നമുക്ക് നമ്മുടെ വഴികളും നമ്മുടെ രീതികളും തിരുത്താം, കർത്താവിങ്കിലേക്ക് തിരിയാം. ലോകത്തിൻ്റെ നിയമങ്ങൾ ചങ്കിലേറ്റി വെച്ചിട്ട് ഉള്ളിലിരിക്കുന്ന ദൈവത്തെ മറന്ന് ജീവിച്ചത് കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ഒരു കാലം മുഴുവൻ ആർക്ക് വേണ്ടി അധ്വാനിച്ചോ, ആർക്ക് വേണ്ടി ജീവിച്ചോ, അവർക്ക് ഇന്ന് നിങ്ങളും ഞാനും കറിവേപ്പില പോലെയായി മാറിയത്. നമുക്കൊരു ജീവൻ തന്ന്, ഒരു ജീവിതം തന്ന്, നമ്മുടെ ഒരു കുടുംബം തന്ന്, ആരോഗ്യം തന്ന്, കഴിവുകൾ തന്ന്, നല്ല അവസരങ്ങൾ നൽകി നമ്മളെ ഇന്നോളം പടുതുയർത്തിയ, നമ്മുടെ വീഴ്ചകളിൽ നമുക്ക് പരിഹാരമായി മാറിയ നല്ല കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് മുൻപിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ദൈവസ്മരണയിൽ ജീവിക്കുവാൻ ഞാനും നിങ്ങളും ഇന്നു മുതൽ ആരംഭിക്കട്ടെ. നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ളതായി മാറും.